നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊല നടന്നിട്ട് ഇന്ന് ഒരു മാസം തികയുകയാണ്. കൃത്യമായി ഒരു മാസം മുമ്പാണ് ഒരു വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് നമ്മുടെ കേരളം മുഴുവൻ നടുങ്ങിയ ആ ഒരു വാർത്ത കേട്ടത്. 2025 പിറന്നിട്ട് ദിവസങ്ങൾ മാത്രമാകുന്ന ഒരു വേളയിലായിരുന്നു ഒരു 23 വയസ്സ് മാത്രമുള്ള ഒരു യുവാവ് തന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ അടക്കം അതുപോലെ തന്റെ പെൺസുഹൃത്തിനെ അടക്കം 5 പേരെ ചുറ്റിക ഉപയോഗിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്ത പുറത്തു വന്നത്. ഈ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ 5 പേരുടെയും മൃതദേഹങ്ങൾ ആദ്യം തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള മാരകമായിട്ടുള്ള മുറിവുകളായിരുന്നു വെഞ്ഞാറമൂട് 23 വയസ്സുള്ള അഫാൻ എന്ന് പറയുന്ന യുവാവ് അവരോട് കാണിച്ചത്. ഏതായാലും അതും 3 വീടുകളിലായിട്ടായിരുന്നു കൊലപാതകം. കേരള പോലീസിന്റെ ചരിത്രത്തിലടക്കം ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാതെ 6 മണിക്കൂർ യാത്ര ചെയ്തുകൊണ്ടാണ് 5 കൊലപാതകങ്ങൾ ഈ ഒരു പ്രതി നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കേസ് പഠനങ്ങളിലടക്കം ഇത് ഉൾപ്പെടുത്തുമെന്ന് പല അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം ഈ ഒരു കേസിനെ കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇന്ന് ഒരു മാസമാണ് തികയുന്നത്. ഈ ഒരു വേളയിൽ തന്നെ എന്തിനാണ് ഈ ഒരു കുറ്റകൃത്യം ചെയ്തത് എന്നുള്ള ചോദ്യമായിരുന്നു ഉയരുന്നുണ്ടായിരുന്നത്. കാരണം യാതൊരു തരത്തിലുള്ള ലഹരിക്കടിമയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ലാത്ത 23 വയസ്സ് മാത്രമുള്ള ഒരു യുവാവ് എന്തിനു വേണ്ടി ഈ ഒരു കൊലപാതകം നടത്തി എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിലെല്ലാം തന്നെ നമ്മൾ ചോദിച്ചിരുന്നത്. പക്ഷേ ഒരു മാസം പിന്നിടുന്ന ഈ ഒരു വേളയിൽ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് തന്നെ ഈ ഒരു കൊലപാതകത്തിലേക്ക് അത് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് എന്നുള്ള മറുപടിയിൽ ഉറച്ചു നിൽക്കുകയാണ് അഫാൻ എന്ന് പറയുന്ന 23 വയസ്സ് മാത്രമുള്ള ഈ പറയുന്ന യുവാവ്. പോലീസ് അടക്കം ആദ്യം അന്വേഷിച്ചത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അഫാനെ ഈ ഒരു കൊലപാതകം നയിക്കുന്നതിലേക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള ഘടകമായിരുന്നു. പക്ഷേ ഒന്നും തന്നെ ഇല്ല. മാത്രവുമല്ല അധികം സൗഹൃദ വലയങ്ങളൊന്നും ഇല്ലാത്ത വളരെ ഒതുങ്ങിക്കൂടി മാത്രം ജീവിക്കുന്ന ഒരു പ്രകൃതക്കാരനാണ് ഈ അഫാൻ. പക്ഷേ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഈ ഒരു 5 ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് അഫാൻ പോലീസിനോട് പറയുന്നുണ്ടായിരുന്നു. ഏതായാലും ഒരു മാസം തികയുകയാണ്. ഏതായാലും 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. പഴുതടച്ചിട്ടുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. പരമാവധി തെളിവുകളെല്ലാം തന്നെ പോലീസ് ശേഖരിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം 24-നായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം വാർത്ത നമ്മൾ കേട്ടത്. ഉറ്റബന്ധുക്കളെയും സുഹൃത്തിനെയും അടക്കം 5 പേരെ ചുറ്റിക ഉപയോഗിച്ച് കൊലപ്പെടുത്തി മാതാവ് ഷെമിയെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അഫാൻ നിലവിൽ റിമാൻഡിലാണ്. അതേസമയം തന്നെ 6 പേരെയായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ അതിൽ പ്രതിയുടെ ഉമ്മ ഷെമി മാത്രമാണ് ഗുരുതരമായിട്ടുള്ള പരിക്കുകളോടുകൂടി തന്നെ രക്ഷപ്പെട്ടത്. ഈ ഒരു 5 കൊലപാതകവും അതുപോലെ തന്നെ ഉമ്മയെ ആക്രമിച്ചതിന് ശേഷം പ്രതി തന്നെ സ്വയം സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. ഇതിൽ പോലീസ് ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ ഈ 3 വീടുകളിലായിട്ട് കൊലപാതകം നടത്തിയെന്നാണ് അഫാൻ മൊഴി നൽകിയത്. ഓരോ വിഭാഗങ്ങളിലായിട്ട് തന്നെ പോലീസ് അതത് സ്റ്റേഷനുകൾക്ക് കീഴിൽ വരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ അഫാൻ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസ് എത്തുമ്പോൾ എല്ലായിടത്തും ഗുരുതരമായി പരിക്കേറ്റ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ശരീരങ്ങളായിരുന്നു പോലീസ് കണ്ടത്. ഇതിൽ ഈ അഫാന്റെ ഉമ്മ മാത്രമാണ്, ഷെമി മാത്രമാണ് ഗുരുതരമായിട്ടുള്ള പരിക്കുകളോടുകൂടി രക്ഷപ്പെട്ടത്. അതിനുശേഷം കുറെ കാലം അവർ ഒന്നും സംസാരിക്കാൻ സാധിക്കാതെ തന്നെ ഗുരുതരമായിട്ട് ചികിത്സയിൽ തുടരുകയായിരുന്നു. പിന്നീട് അതിനുശേഷം ഇപ്പോൾ അവരുടെ നില ഭേദപ്പെട്ട് വരികയാണ്. ഇന്ന് ആശുപത്രിയിൽ മറ്റുള്ള പ്രാഥമിക ചികിത്സയ്ക്കും മറ്റുമായിട്ട് ഷെമിയെ പ്രവേശിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മകന്റെ ആക്രമണത്തിൽ തലയിലും മുഖത്തേറ്റ ഗുരുതര പരിക്കുകൾക്ക് ചികിത്സയിലാണ്. സംസാരശേഷി വീണ്ടെടുക്കുന്നുണ്ടെന്നാണ് പരിശോധിക്കുന്ന ഡോക്ടർമാരടക്കം പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഷെമി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വളരെ കുറച്ചു മാത്രം സംസാരിക്കാനായിട്ട് അവരെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ഷെമിയുടെ മൊബൈൽ ഫോണിലെ വിവരങ്ങളുടെ രേഖകൾ കൂടി പോലീസിന് ലഭിക്കാനുണ്ട്. അതിനുശേഷമായിരിക്കും ഈ ഒരു സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവർക്ക് എങ്ങനെ വന്നു, ഇത്തരം കടങ്ങൾ വരാൻ വേണ്ടിയിട്ട് മാത്രം എന്താണ് ഇവർ ചെലവഴിച്ച്, എവിടെയാണ് ഇത്തരം പണം ചിലവഴിച്ച് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ കാരണം സാമ്പത്തിക പ്രശ്നം മാത്രമാണെന്ന നിഗമനത്തിലാണ് പോലീസും. കയ്യിൽ 1 രൂപ പോലും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു അഫാനും ഷെമിയും. വൻ തുക കടം തീർക്കാൻ ഉണ്ടായിരുന്നപ്പോഴും അഫാൻ വലിയ തുകയുടെ ബൈക്ക് വാങ്ങിയിരുന്നു. കൂട്ടക്കൊല നടക്കുന്നതിന്റെ തലേ ദിവസം അഫാൻ സുഹൃത്തിൽ നിന്ന്, അതായത് ഈ കൊല്ലപ്പെട്ടിട്ടുള്ള പെൺസുഹൃത്തായിട്ടുള്ള ഫർസാനയിൽ നിന്ന് 200 രൂപ കടം വാങ്ങിയിരുന്നെന്നും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതിൽ ഒരു 100 രൂപയ്ക്ക് ഇവർ അമ്മയും മകനും ഭക്ഷണം കഴിച്ചു, ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ച്, വാഹനത്തിൽ പെട്രോൾ അടിച്ച്
ഇവരൊരു ബന്ധുവിന്റെ വീട്ടിൽ പണത്തിനായിട്ട് കടം ചോദിക്കാനായിട്ട് പോയിരുന്നുവെന്നാണ് അഫാൻ മൊഴിയിൽ പറഞ്ഞിട്ടുള്ളത്. അതേസമയം അഫാൻ മാതാപിതാക്കളെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചതായിട്ടാണ് വിവരം പുറത്തു വരുന്നുണ്ട്. അവസാനഘട്ട തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിന് ശേഷം ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച പ്രതി ജയിലിൽ എത്തിച്ചിരുന്നു. നേരത്തെ ആത്മഹത്യാ പ്രവണത കാണിച്ചിരുന്ന പ്രതി ഇപ്പോൾ ശാന്തനാണെങ്കിലും പ്രത്യേക ബ്ലോക്കിൽ നിരീക്ഷണത്തിലാണ് പ്രതി. എപ്പോഴും തന്നെ പോലീസ് കാവലുണ്ട്. അതേസമയം തന്നെ അഫാന്റെ പിതാവ് റഹീം പോലീസ് സ്റ്റേഷനിലെത്തി അഫാനെ കണ്ടു എന്ന് ചില റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് തെറ്റാണെന്നാണ് വെഞ്ഞാറമൂട് CA അനൂപ് കൃഷ്ണ അറിയിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഇത്തരത്തിലൊരു വാർത്ത പ്രചരിച്ചത് എന്നുള്ള കാര്യം അറിയില്ല. അതേസമയം തന്നെ റഹീമും തനിക്കെതിരെ വിവിധ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വാർത്ത പ്രചരിക്കുന്നതായി അറിയിച്ചിട്ടുണ്ട്. തന്നെയും അഫാനെയും പോലീസ് ഒരുമിച്ചിരുത്തി തെളിവെടുപ്പ് നടത്തിയെന്നും അവിടെ വെച്ച് താൻ പൊട്ടിക്കരഞ്ഞെന്നും അഫാനോട് സംസാരിച്ചെന്നുള്ള വ്യാജ പ്രചാരണമാണ് നടക്കുന്നത് ാണ് റഹീം പറഞ്ഞിരിക്കുന്നത്. അതായത് ആ പുറത്തു വന്നിട്ടുള്ള വാർത്ത തെറ്റാണെന്നാണ് ഇന്ന് പത്ര കട്ടിങ്സിലടക്കം വന്നിട്ടുള്ള റിപ്പോർട്ട്. തെളിവെടുപ്പ് ദിവസം അഫാനെ വാഹനത്തിൽ കൊണ്ടുപോകുന്നത് അകലെ നിന്നും കണ്ടിരുന്നു. എന്നാൽ ഇതുവരെ നേരിൽ കാണാൻ ശ്രമിച്ചിട്ടില്ല. വ്യാജ പ്രചാരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് അബ്ദുൾ റഹീം പറഞ്ഞിട്ടുള്ളത്. തെളിവെടുപ്പ് സമയത്തോ അല്ലാതെയോ അഫാനെയോ അബ്ദുൾ റഹീമിനെയോ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. പാങ്ങോട്, വെഞ്ഞാറമൂട് സ്റ്റേഷനുകളിലായാണ് കൂട്ടക്കൊലപാതകത്തിലെ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ ഒരു തെളിവെടുപ്പ് മൂന്നാം ഘട്ട തെളിവെടുപ്പ് അടക്കം കഴിഞ്ഞ ആഴ്ചയായിരുന്നു പൂർത്തിയായിരുന്നത്. ഇതിൽ ഏറ്റവും ഒടുവിൽ തെളിവെടുപ്പിനായിട്ട് വന്നതും ഈ അഫാൻ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടേക്ക് തന്നെയായിരുന്നു. സഹോദരൻ അക്സാന്റെയും പെൺസുഹൃത്ത് ഫർസാനയുടെയും കൊലപാതകങ്ങളിലെ തെളിവെടുപ്പായിരുന്നു ഏറ്റവും. അതുപോലെ തന്നെ ഉമ്മ ആക്രമിക്കപ്പെട്ട് കിടന്ന അഫാന്റെയൊക്കെ സ്വന്തം വീട്ടിലായിരുന്നു ഏറ്റവും ഒടുവിലായിട്ട് തെളിവെടുപ്പ് നടത്തിയത്. ഈ ഒരു സമയത്തായിരുന്നു അഫാൻ അവിടെ തെളിവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ പോലീസ് ജീപ്പിലായിട്ട് ഇരിക്കുമ്പോൾ റഹീം ആ ഒരു സമീപത്ത് കൂടി നടന്നു പോകുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം മാത്രമാണ് അച്ഛൻ ആ ഒരു മകന്റെ മുഖത്തേക്ക് ആ പോലീസ് ജീപ്പിലേക്ക് നോക്കിയത്. അതിനുശേഷം തന്നെ തല വെട്ടി തിരിച്ച് അദ്ദേഹം നടന്നു പോവുകയായിരുന്നു. അതിനുശേഷം പിന്നീട് എവിടെയും വെച്ച് താൻ മകനെ കണ്ടിട്ടില്ലെന്നും സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ടില്ലെന്നാണ് റഹീം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതുകൂടാതെ കടം നൽകിയവരുടെ ഭീഷണി സംബന്ധിച്ചുള്ള വിവരങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് ശേഖരിക്കുന്നുണ്ട്. കാരണം റഹീം അറിയാതെ ഈ സൗദിയിൽ കിടന്ന് പണിയെടുത്ത് 7 വർഷത്തോളമാണ് അദ്ദേഹത്തിന് നാട്ടിലേക്ക് വരാനായിട്ട് സാധിക്കാതെ അവിടെ ചില നിയമക്കുരുക്കിൽ പെടുകയായിരുന്നു. ഈ ഒരു സമയത്തൊന്നും തന്നെ ഇവിടെ അമ്മയും മകനും ഇത്രയും രൂപയുടെ കടത്തിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ആ പിതാവ് അറിഞ്ഞിരുന്നില്ല. ഒരുപാട് തുകയുടെ, ലക്ഷങ്ങൾ തുകയുടെ കടമാണ് ഈ പറയുന്ന അഫാനും ഉമ്മ ഷെമിക്കും ഉള്ളതെന്നാണ് അറിയാൻ സാധിച്ചത്. പലയിടത്തും പണം കടം ചെന്ന് ചോദിക്കുമ്പോഴെല്ലാം തന്നെ കടുത്ത അപമാനമായിരുന്നു ഏൽക്കേണ്ടി വന്നിരുന്നത്. ഈ പറയുന്ന മുത്തശ്ശിയെ കൊലപ്പെടുത്താനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പണം ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ മുത്തശ്ശിയുടെ മാല പണയം വെക്കാനായിട്ടും ചോദിച്ചിരുന്നു. അപ്പോഴൊന്നും കൊടുത്തിരുന്നില്ല. ആ ഒരു സാഹചര്യമാണ് മുത്തശ്ശിയെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്താനായിട്ട് അഫാനെ പ്രേരിപ്പിച്ചത്. അതിനുശേഷമാണ് സഹോദരനായിട്ടുള്ള ലത്തീഫിന്റെ വീട്ടിലേക്ക് എത്തിയത്. അവിടെ വെച്ചും ലത്തീഫിനെ അതിക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. ഈ കൊല ചെയ്യപ്പെട്ടവരിൽ ഏറ്റവും മാരകമായിട്ട് മുറിവുകൾ ഏറ്റിരുന്നത് ലത്തീഫിനായിരുന്നു. ലത്തീഫിനോടും ഇത്തരത്തിൽ കടം ചോദിച്ചിരുന്നു. ആ സമയത്ത് ലത്തീഫ് കൊടുത്തിരുന്നില്ല. പക്ഷേ ഇതിനു മുൻപ് ലത്തീഫ് നൽകിയിട്ടുള്ള ഈ ഒരു ഷെമിക്കും അഫാനും നൽകിയിട്ടുള്ള പണം തിരികെ തരാനും ആവശ്യപ്പെട്ടിരുന്നു. ഇതായിരുന്നു തനിക്ക് പണം കടം ചോദിച്ചപ്പോൾ തന്നില്ല, അല്ലെങ്കിൽ പണം തന്നവർ തിരികെ ചോദിച്ചതാണ് ഈ അഫാനെ ഇത്രത്തോളം പകയ്ക്കുള്ള കാരണമാക്കിയതെന്നാണ് അഫാൻ അടക്കം പോലീസിന് മൊഴി നൽകിയിരുന്നത്. അതായിരുന്നു ലത്തീഫിനെ കൊലപ്പെടുത്താനായിട്ടുള്ള ഒരു കാരണം. മാത്രമല്ല ലത്തീഫിന്റെ ഭാര്യയെ കൊലപ്പെടുത്താൻ യാതൊരു ഉദ്ദേശമില്ലായിരുന്നു. പക്ഷേ ഇവർ ഇക്കാര്യങ്ങൾ പുറത്തേക്കോടി പുറത്തു പറയുമോ എന്ന് ഭയന്നിട്ടാണ് ഈ പറയുന്ന ലത്തീഫിന്റെ ഭാര്യയെയും ആ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയത്. ആ സമയത്ത് അവിടെ വെച്ച് കൊലപ്പെടുത്തുന്ന സമയത്തെല്ലാം തന്നെ കയ്യിൽ മുളക് പൊടിയും കരുതിയിരുന്നു. കാരണം മറ്റാരെങ്കിലും രക്ഷിക്കാനായിട്ട് ആ സമയത്തേക്ക് ഇവരുടെ നിലവിളി കേട്ട് എങ്ങാനും ഓടിയെത്തുകയാണെങ്കിൽ അവരെ കൂടി വകവരുത്താൻ, അല്ലെങ്കിൽ അവരുടെ കണ്ണിലേക്ക് ഈ മുളക് പൊടി എറിഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി കയ്യിൽ കരുതിയിരുന്നത്. കാരണം അത് കഴിഞ്ഞ് അവരെയും കൂടി കൊലപ്പെടുത്തിയതിനു ശേഷം വീട്ടിലെത്തി തനിക്ക് ഇത്തരത്തിൽ തന്റെ അനിയനെയും അതുപോലെ തന്നെ തന്റെ പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു. അതുകൂടി അഫാന്റെ പ്ലാനിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ നിന്ന് എങ്ങനെയും ഇവരെ കൊലപ്പെടുത്തിയതിനു ശേഷം രക്ഷപ്പെടാൻ അഫാൻ ഇത്തരത്തിൽ മുളക് പൊടിയടക്കം കയ്യിൽ കരുതിയിരുന്നത്. അതിനുശേഷമായിരുന്നു പെൺസുഹൃത്തിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. തന്റെ ഉമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പെൺസുഹൃത്തിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി തന്റെ മുറിയിൽ വെച്ചും ഇത്തരത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്.
ആദ്യഘട്ടത്തിൽ അഫാൻ ഫർസാനയെ കൊലപ്പെടുത്തിയതിന് കാരണമായി പറഞ്ഞത് താൻ ജീവന് തുല്യം സ്നേഹിക്കുന്നതാണ്, പക്ഷേ താൻ ജയിലിൽ പോയാൽ അവൾക്ക് വേറെ ആരുണ്ട് എന്നുള്ളതായിരുന്നു. പിന്നീട് കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്നാണ് മറ്റൊരു കാര്യം വ്യക്തമായത്. ഈ പറയുന്ന ഫർസാനയുടെ കയ്യിൽ നിന്ന് ഫർസാനയുടെ മാല അഫാൻ കടം വെക്കാനായിട്ട് ചോദിച്ചിരുന്നു. ഫർസാന അത് കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് വീട്ടിലടക്കം അത് ചോദിച്ചപ്പോൾ ഫർസാനയ്ക്ക് അത് തിരിച്ചു ചോദിക്കേണ്ടി വന്നപ്പോൾ അത് അഫാൻ ഒരു പകയായി മാറിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഫർസാനയെ കൊലപ്പെടുത്താനുള്ള കാരണം. പിന്നീട് അനിയനെയും അതുപോലെ തന്നെ ആ സമയത്ത് ഉമ്മയായിരുന്നു ആദ്യം ആക്രമിച്ചു കൊണ്ടുപോയിരുന്നത്. പക്ഷേ പിന്നീട് തിരിച്ചെത്തിയപ്പോൾ ഉമ്മയ്ക്ക് ജീവനുണ്ടെന്ന് മനസ്സിലായപ്പോൾ വീണ്ടും ഈ പറയുന്ന ചുറ്റിക കൊണ്ട് ഉമ്മയെ വീണ്ടും കൊലപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയായിരുന്നു. പക്ഷെ അവിടെയും ഷെമി കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഏതായാലും ഈ 5 കൊലപാതകങ്ങൾ ഇത്തരത്തിൽ പണത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഈ ഒരു മുങ്ങിത്താഴുകയായിരുന്നു ഈ ഒരു കുടുംബം. പക്ഷെ അപ്പോഴൊന്നും പിതാവ് കാര്യങ്ങൾ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ നിയന്ത്രണത്തിൽ, ഉമ്മയുടെയും മകന്റെയും നിയന്ത്രണത്തിൽ കാര്യങ്ങൾ നിൽക്കാതെ വന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഷെമിയടക്കം മൊഴി നൽകിയ ഇതിനു മുൻപ് കൂട്ടാത്മഹത്യക്ക് തങ്ങൾ ശ്രമിച്ചിരുന്നുവെന്നാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അതായത് ഒരു തരത്തിലും ഇവരെ കൊണ്ട് ഇനി അത് വീട്ടാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് തന്നെയാണ് ഒരു മരണം അല്ലെങ്കിൽ ഒരു ആത്മഹത്യ ഇവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ അഫാൻ തന്നെ ഇത്തരത്തിൽ തനിക്ക് പകയുള്ളവരോടും തനിക്ക് പണം ചോദിച്ചിട്ട് തരാതിരുന്നവരെയൊക്കെ തന്നെ പകയോട് കൂടിയിട്ട് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ഏതായാലും തെളിവെടുപ്പെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഫോണിലെ രേഖകളെല്ലാം തന്നെ പോലീസ് പരിശോധിച്ച് വരികയാണ്. ഷെമിയുടെ മൊഴിയും ഈ കേസിലേറെ നിർണായകമായിട്ടുണ്ട്. അതിനുശേഷം ഇനി 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് പോലീസ് അടക്കം അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അഫാൻ ഇപ്പോൾ റിമാൻഡിലാണ്.